നമസ്കാരം. ജ്യോതിഷവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഏത് ക്ഷേത്രവുമായിക്കോട്ടെ, അതിൽ ചിലരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം. പക്ഷേ ചിലരെങ്കിലും ചെയ്യുന്നത് അയൽക്കാരിൽ, അതായത് ചിലർ ശത്രുക്കളായിരിക്കും. അവർ രാവിലെ ക്ഷേത്രത്തിൽ പോയെന്ന് വിചാരിക്കുക. അത് കാണുമ്പോൾ അടുത്ത് താമസിക്കുന്നവർ അവർ ക്ഷേത്രത്തിൽ പോയോ, എന്നാൽ ഞാനും പോയേക്കാം, ഇങ്ങനെയുള്ള ചിന്തയുള്ളവരാണ്. സ്വഭാവക്കാരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഭഗവാനെ കാണാൻ പോകുമ്പോൾ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. അല്ലാതെ മറ്റൊരാൾ പോയി ഇനി എനിക്കെങ്കിലും പോകാൻ പറ്റുമോ, അതുകൊണ്ട് ഞാനും ഒന്ന് പോയേക്കാം എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അങ്ങനെ പോകുന്നവർ മറ്റൊരാളുടെ നാശത്തിനു വേണ്ടി മനസ്സിൽ ഉറച്ചു പോകുന്നവരാണ്. ഇവരുടെ ശത്രുവാണ് തലേ ദിവസം ക്ഷേത്രത്തിൽ പോയതെങ്കിൽ പിറ്റേ ദിവസം മുതൽ എന്നും രാവിലെ ഇങ്ങനെയുള്ളവർ പതിവായി പോക്കും തുടങ്ങും. അങ്ങനെയുള്ളവരെ ഒരിക്കലും ജ്യോതിഷപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് അവർ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പോയി മറ്റവൻ മുടിയണേ, അവൻ നശിച്ചു പോകണേ എന്നൊക്കെയാണ്. അതുകൊണ്ടൊന്നും അവർ തൃപ്തരല്ല. പിന്നെ എവിടെയൊക്കെ ക്ഷേത്രമുണ്ട് ഇവർ അവിടെയൊക്കെ പോയി ശത്രുസംഹാരമൊക്കെ വഴിപാടുകളും ഒക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും ഇവരുടെ നല്ലതിനല്ല. കാരണം ഇവരുടെ മനസ്സ് മുഴുവൻ ശത്രുവിൻ്റെ മുഖവും അതുപോലെ അവരുടെ നാശവുമായിരിക്കും മനസ്സിൽ. ഞാനിതിവിടെ പറയാൻ കാരണം, ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തി എൻ്റെ ജ്യോതിശാലയത്തിൽ എത്തിയത് കൊണ്ട് ഞാനിവിടെ ഈ കാര്യം പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന് പരിഹാരം അമ്മ കാണിച്ചു തരണം എന്ന് പറഞ്ഞാണ് എൻ്റെ ജ്യോതിശാലയത്തിൽ എന്നെ ഇവർ സമീപിക്കുന്നത്. ഉടനെ തന്നെ ജ്യോതിഷപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തിരിച്ചടി തന്നെ കിട്ടും. എന്നെ സമീപിച്ച ആൾ എന്തൊക്കെ ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷ പിടിക്കുന്നില്ല. അവരുടെ മകന് കാര്യപ്രാപ്തിയില്ല. അവരുടെ വീട്ടിലോട്ട് നോക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇവർ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുമല്ല, നാനാ വഴിക്ക് നിന്നും പറഞ്ഞാൽ പലരുടെ സഹായം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് പോലും. ഇത് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. ഈ കിട്ടുന്ന പണമെല്ലാം ഇവർ ക്ഷേത്രത്തിലും കൂടോത്രം ചെയ്യുന്നവർക്കും ഒക്കെ അയൽക്കാരും മുടിയാനും ഒക്കെ ചെന്ന് കൊണ്ട് കൊടുക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അവർ എന്നോട് പറഞ്ഞില്ല. ഞാൻ അവരോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിനൊരു മോചനം ഞങ്ങൾക്ക് അമ്മ കാണിച്ചു തരണം എന്ന് പറഞ്ഞാണ് അവരെന്നെ സമീപിക്കുന്നത്. അതുപോലെ ചിലരെങ്കിലും അയൽപ്പക്കത്ത് ഒരു കുട്ടി നല്ലതുപോലെ പഠിക്കുന്നുണ്ട്, ആ കുട്ടി പഠിക്കുന്നുണ്ടോ അല്ലെ എൻ്റെ മകനോ എൻ്റെ മകളോ നല്ലതുപോലെ പഠിക്കുന്നില്ല, ആ പഠിക്കുന്ന കുട്ടി നശിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അത് അവരവരുടെ മക്കൾക്ക് തന്നെയാണ് തിരിച്ചടിക്കുന്നതെന്ന കാര്യവും ഇങ്ങനെയൊക്കെ ചിന്തകൾ ചെയ്യുന്നവർ, പ്രവൃത്തികൾ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത്തരം പ്രവൃത്തികൾ ചെയ്തവരാണ് എൻ്റെ മുന്നിൽ എത്തിയത്. പിന്നീട് അവർ അതിൻ്റെ പരിഹാരം തേടി പിന്നെ നടക്കുകയാണ്. കഴിവതും സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഭഗവാനെ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് മാത്രം മനസ്സിൽ പ്രാർത്ഥിക്കുക.